നിങ്ങളുടെ പേഴ്സൻ്റെ നിങ്ങൾക്കായിട്ടുള്ള മെസ്സേജസ് നോക്കാം. ഒറാക്കിൾ ഡെക്സ് എന്നാണ് കേട്ടോ. ആദ്യത്തെ ഡെക്ക്, ദ പാഷൻ ഐ ഫീൽ ഈസ് ഓവർവെൽമിങ്. ഐ ഡോണ്ട് നോ ഹൗ ടു ഹാൻഡിൽ ദിസ്. അവർക്ക് ഇതേപോലെ ഒരു പാഷൻ ഇതിന് മുന്നേ ഫീൽ ചെയ്തിട്ടില്ല. അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് പോലും അവർക്ക് അറിയുന്നില്ല. ദ വേ ഐ ഹാവ് ട്രീറ്റഡ് യു വാസ് റോങ്. അവരുടെ തെറ്റ് അവർ മനസ്സിലാക്കുന്നു. ഐ ഡോണ്ട് വോണ്ട് ടു ബി അലോൺ. അവർക്ക് ഇനി ഒറ്റയ്ക്ക് ജീവിക്കേണ്ട എന്നാണ് പറയുന്നത്. യു വൈ റൈറ്റ്. നിങ്ങൾ ശരിയായിരുന്നു. വാട്ട് യു സീ ഇൻ മീ. എന്ത് കണ്ടിട്ടാണ് നിങ്ങൾ അവരെ സ്നേഹിച്ചതെന്ന് ചോദിക്കുകയാണ്. ഐ വോണ്ട് ടു ബി ഡിഫറെൻറ്റ്. അവരുടെ സ്വഭാവം അവർക്ക് തന്നെ പിടിക്കുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ അവർക്ക് മാറിയാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട് കേട്ടോ. അടുത്ത ഡെക്ക്, കൺഫ്യൂഷൻ. ഐ ഫീൽ അൺക്ലിയർ അബൌട്ട് വെയർ വി സ്റ്റാൻഡ്. അവർക്ക് ഇപ്പോഴും കൺഫ്യൂഷൻ മൊത്തത്തിൽ മാറിയിട്ടില്ല എന്ന്. ഐ വോണ്ട് ടു ഹാവ് ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക്. ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് നിങ്ങളുമായിട്ട് വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ദർ വർ അതർ തിങ്സ് ദാറ്റ് ഗോട്ട് ഇൻ ദ വേ ഓഫ് us ബീങ് ടുഗെദർ. തേർഡ് പാർട്ടി സിറ്റുവേഷൻ പലർക്കും അവിടെ ഉള്ളതായിട്ട് കാണുന്നു കേട്ടോ. ഐ എം സ്ട്രഗ്ലിങ് ടു ഗെറ്റ് ഓവർ ദ പാസ്റ്റ്. ആ പാസ്റ്റ് അവരെ ബോദർ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നു. വി വിൽ ഓൾവേസ് കം ബാക്ക് ടു ഈച്ച് അതർ. സിറ്റുവേഷൻ എന്ത് തന്നെ ആയാലും നിങ്ങളെന്നും ഒരുമിച്ചുണ്ടാവും എന്ന് തന്നെ അവർ പറയുന്നു. ഐ ഹാവൻ ടോൾഡ് യു എവറിത്തിങ്. അവരെല്ലാ കാര്യങ്ങളും നിങ്ങളുടെ അടുത്ത് തുറന്നു പറഞ്ഞിട്ടില്ല എന്നും പറയുന്നുണ്ട്.